Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് മഷ്റൂം ദോ പ്യാസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. നമ്മൾ ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4 കഷ്ണം കറിയാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 ഏലക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീഫാണ്, അത് 2 പീസ് ഇട്ടുണ്ട്. പിന്നെ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. അതിനൊപ്പം തന്നെ നമുക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഗാർലിക് ഒരു 7 അല്ലി ഗാർലിക് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. പിന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ക്രീമി ഫ്ലേവർ ഇതിന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നന്നായിട്ട് ഇനി ഇതൊന്നും മൂത്ത് വരണം. അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള പെട്ടെന്ന് വാടി വന്നോളും. അപ്പോൾ നമ്മുടെ സബോള ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലകൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കസൂരി മേത്തി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. നമ്മുടെ ഗ്രേവി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ വൈറ്റ് ബട്ടർ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഒരു 200 ഗ്രാം മഷ്റൂം ഉണ്ട്. ഇത് കഴുകിയതിന് ശേഷം നമ്മളൊരു പാനിൽ വെള്ളവും ഉപ്പ് ഇട്ടിട്ട് ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ വല്ല അഴുക്കുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മഷ്റൂംസ് 4 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മസാല ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സബോള ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ 2 ടൈപ്പ് സബോള കട്ട് ചെയ്തത് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ദോ പ്യാസ എന്ന് പേര് വന്നേക്കുന്നത്. നമ്മുടെ സബോള ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ച നമ്മുടെ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഗ്രേവി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തല വരട്ടെ. ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം നമ്മുടെ ഗ്രേവി. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഇനി 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 2 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ മഷ്റൂം ദോ പ്യാസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിന് റെഡി ആവില്ലേ? നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ.